ഗൾഫിൽ ഏറ്റവും കൂടുതൽ ബ്ലൂ കോളർ ഇന്ത്യൻ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന രാജ്യങ്ങളിൽ UAE രണ്ടാം സ്ഥാനത്ത്. 3,41,365 ബ്ലൂ കോളർ തൊഴിലാളികളാണ് UAEയിൽ ജോലി ചെയ്യുന്നത്. സൗദി അറേബ്യയാണ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത്. സൗദിയിൽ 6,90,269 ബ്ലൂ കോളർ തൊഴിലാളികൾ ഉണ്ടെന്നാണ് കണക്കുകൾ. കുവൈറ്റാണ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത്. 2,01,959 ബ്ലൂ കോളർ തൊഴിലാളികളാണ് കുവൈറ്റിലുള്ളത്. ഖത്തറിൽ 1,53,501 ഒമാനിൽ 1,16,840 എന്നീ രാജ്യങ്ങളാണ് പട്ടികയിൽ തൊട്ടുപിറകിൽ. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയമാണ് വിദേശത്ത് ജോലി ചെയ്യുന്ന ബ്ലൂ കോളർ തൊഴിലാളികളുടെ കണക്കുകൾ പുറത്തുവിട്ടത്. ഇതനുസരിച്ച് 2020 ജനുവരി മുതൽ 2025 ജൂൺ വരെയുള്ള കാലയളവിൽ 14 രാജ്യങ്ങളിലായി ഏകദേശം 16 ലക്ഷം ഇന്ത്യൻ ബ്ലൂ കോളർ തൊഴിലാളികൾ ജോലി ചെയ്യുന്നു. ഗൾഫ് രാജ്യങ്ങളിലാണ് ഇവരിൽ കൂടുതൽ പേരും. നിർമ്മാണം, വീട്ടുജോലി, പരിചരണം, മറ്റു തൊഴിൽ മേഖലകൾ എന്നിവിടങ്ങളിലാണ് ഇവർ തൊഴിൽ ചെയ്യുന്നത്. മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ പലതും കോവിഡ് വ്യാപനത്തിനു ശേഷം പുനരാരംഭിച്ചതോടെ തൊഴിലാളികളുടെ ആവശ്യം ഉയരുകയും റിക്രൂട്ട് കുത്തനെ വർദ്ധിച്ചതായും തൊഴിലുടമകളും ഉദ്യോഗസ്ഥരും പറയുന്നു. 2023 മാത്രം 3,98,000 തൊഴിലാളികളെ ഇന്ത്യ വിദേശത്തേക്ക് അയച്ചു. 2023 സൗദി അറേബ്യ 2,713 തൊഴിലാളികളെയും 2024 1,67,598 പേരെയും നിയമിച്ചതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. അതേസമയം വിവിധ രാജ്യങ്ങളിൽ നിന്ന് തൊഴിലാളികളുടെ നാടുകടത്തലും വർദ്ധിച്ചിട്ടുണ്ട്. ഗൾഫിലുടനീളം റിക്രൂട്ട്മെന്റ് വർദ്ധിച്ചതോടെ കുടിയേറ്റ തൊഴിലാളികളുടെ പരിശോധനയും കർശനമാക്കിയിരിക്കുകയാണ്. വിസ കാലാവധിക്ക് ശേഷം തങ്ങൾ, വിസ നിയമലംഘനങ്ങൾ, വർക്ക് പെർമിറ്റ് പ്രശ്നങ്ങൾ എന്നിവയാണ് തൊഴിലാളികളുടെ നാടുകടത്തലിന്റെ പ്രധാന കാരണം. 24,600-ലധികം ഇന്ത്യക്കാരെ നാടുകടത്തിയതായാണ് വിദേശ മന്ത്രാലയം രാജ്യസഭയിൽ സമർപ്പിച്ച കണക്കുകൾ വ്യക്തമാക്കുന്നത്.